എന്ത് ഓനപ്പനാണ് നമ്മുടെ ഷിൻജാനായിരുന്നു വിളിച്ചിട്ടുണ്ടായിന്. അവനെന്തോ എന്നിപ്പത്തേമാരെ എന്തോ ഒരു വള്ളി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പോലീസിന് വലിയ കേസായി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. അതാണ് ഇപ്പോൾ അവർ തന്നെ വിളിച്ചത്. നമുക്ക് എന്തായാലും ചെന്നോക്കാൻ പറഞ്ഞോളൂ. നമുക്ക് എന്തായാലും നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ ഒന്ന് പോയി വർക്കൗട്ട് ചെയ്തിട്ട് വരാനാണ് പ്ലാന്. അത് ഇതൊക്കെ എടുത്തോ. പരിപാടിയൊക്കെ കഴിഞ്ഞു, എല്ലാം ചെയ്തു. നമുക്ക് ഇനി ഡ്രസ്സ് മാറാനാണ് വേണ്ടത്. അപ്പം ഡ്രസ്സ് മാറിയിട്ട് വരാം. ഹലോ 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 നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും കാറെടുത്ത് പോവാ. പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് പോയേക്കണം കേട്ടോ. ഷിൻജാൻ എന്തോ ഒപ്പിച്ച് വെച്ചിരിക്കണ്. നേരെ വിളിച്ചു പറഞ്ഞു വരാന്. അതിനൊക്കെ അറിയുന്നില്ല. പോയേക്കാണ് ഇപ്പോൾ. നമുക്ക് അത് കണ്ടല്ലേ ബൈക്കിൽ പോവാ. ഷിൻജാൻ എന്തൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കണാവോ. പോയേക്കാം. അതാ പോലീസ് സ്റ്റേഷൻ എത്താറായി. പോലീസ് സ്റ്റേഷൻ എത്തി കഴിച്ചപ്പോൾ നമുക്കൊന്ന് ചെന്ന് നോക്കി എന്താണ് അവൻ ഒപ്പിച്ച് വെച്ചിരിക്കണമെന്ന് അറിയണമല്ലോ. അതിപ്പോൾ നോക്കി നോക്കാനാണ് ഇപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വരെ വന്ന്. ഇതാ പോലീസൊക്കെ നിൽക്കുന്നത്. നമുക്കൊന്ന് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് പോകണം. വേണ്ട, ഇതിൻ്റെ വലിയ കേസാക്കും. നമുക്ക് ചോദിച്ചോക്കെ എന്താ പ്രശ്നം എന്ന്. ഹലോ സാർ, എന്താ നോക്കാത്തേ? അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. ചോദിച്ചാലാണ് വന്നത്. എന്താ പ്രശ്നമാണ്? ഷിൻജാൻ എന്തൊക്കെ ഒപ്പിച്ചെന്നൊക്കെ പറയണോട്ടല്ലോ. അവിടെ ഇങ്ങോട്ടാ എന്തോ ഒപ്പിച്ചെന്ന് പറയണോട്ടല്ലോ. ഷിൻജാനോട് എന്തൊക്കെ ഒപ്പിച്ചെന്നറിയോ? ഒരു പെണ്ണിന്റെ സാരി വരെ വലിച്ചൂന്നി. അവനൊക്കെ എന്താ ചെയ്യേണ്ടത് നീ തന്നെ പറ. പിന്നെ നിന്റെ ഷിൻജാനെ നിനക്ക് ഷിൻജാനെ വേണമെങ്കിൽ നീ കുറ്റത്തിനുള്ള പൈസ നീ തരേണ്ടി വരും. നമ്മൾ ഷിൻജാനൊരു പെണ്ണിന്റെ സാരിയൊക്കെ വലിച്ചൂരിക്കുക. അയ്യേ, അത്രക്കാരനെ പറഞ്ഞില്ല. എവിടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ കസ്റ്റഡിയിലാണെന്നൊക്കെ പറഞ്ഞു. കിട്ടണമെങ്കിൽ എന്തോ പൈസ കിടക്കണം പറഞ്ഞു. പിന്നെ ഞങ്ങൾക്കൊടിയാ പൈസ കിടക്കണം. അല്ല, പൈസ കിടക്കണം. ചങ്കുമുത്താണ് ഷിൻജാൻ. അത് ഇത്രക്കാരനാണെന്നൊന്നും കരുതിയില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്നോട് പറഞ്ഞത്, അവനാരോ അടിച്ച കെട്ടുമെന്നാ. ചെറിയ ചെറുക്കനുള്ള ആരോ അടിച്ചിട്ട് എന്നൊക്കെ പറയണത് വിശ്വസിക്കാൻ പറ്റും. എന്തായാലും ഇപ്പൊ പോണത് ഷിൻജാൻ്റെ അടുത്തേക്കാണ്. ഷിൻജാൻ ഇവിടെ എവിടെ കൊണ്ട് പറഞ്ഞിരുന്നു. പോൻ്റെ അടുത്തേക്കൊന്ന് പോയേക്കാണ്. ഇവിടെ എവിടെയെല്ലാം കണ്ടെങ്കിൽ. ആ സിറ്റിയിലല്ലേ, ഞാൻ അതിൽ ഇങ്ങോട്ട് വരണു. എന്തായാലും കറങ്ങി പോവാ നീ കൂടെ. ഇയാളത്ത് ചോദിച്ചു നോക്കണോ? പോലീസുകാർ പറഞ്ഞ ഹലോ അക്ക, ഹലോ കേൾക്കല്ലേ? ഹലോ, ഇവിടെ ചെറിയ ചെരുക്കം കണ്ടിരുന്നു. ഷിൻജാൻ്റെ ഒരു ട്രൗസറും ചെറിയ ഇതൊക്കെ ഇട്ടിട്ട്. ഹലോ അന്നൊന്നും കണ്ടിട്ടില്ലടോ, നീ ഒന്ന് പോവാടുന്ന്. കിട്ടാളെ കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും പോവാ. സിറ്റിയിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. എന്തായാലും സിറ്റിയിലോട്ട് തന്നെ പോവാ. വേറെ വഴിയൊന്നുമില്ല. എൻ്റെ വീട്ടിൽ പോയേക്കണോ? പോയേക്കല്ലേ? ആരോ ഫോൺ അടിക്കണ്ടല്ലോ. അവിടെയൊക്കെ ആരെങ്കിലും കേൾക്കോളൂ. നമുക്കൊന്ന് ആദ്യം അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. ആരും ഫോൺ അടിക്കണത് നമുക്കൊന്ന് സൈഡാക്കിയിട്ട് നോക്കി നോക്കാം. ആരടിക്കണത്? ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാനാണ് ഷിൻജാൻ. ഷിൻജാനെ നീ ഇവിടെ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാനിവിടെ ഓടിയോടെ സിറ്റി നമ്മളെ വീട്ടിനുള്ളിൽ വിളിച്ചിരിക്കുകയാണ്. രക്ഷിക്കാവാ ഷിൻജാൻ ചേട്ടാ. ഷിൻജാൻ, നീ എവിടെയായിരുന്നു? നീ എന്തൊക്കെ പെണ്ണിന്റെ സാരി അടിച്ചൂരിന്നൊക്കെ പറയട്ടോ. നീ എത്ര കാരനാന്ന് അറിയില്ല കേട്ടോ. അത് ഞാൻ വലിച്ചൂരിയെന്നല്ല ഫ്രാങ്ക്ലിൻ ഭായി, അറിയാൻ തന്നെ സ്ലിപ്പായിപ്പോ നീക്കാൻ വേണ്ടിയാ വലിച്ചത്. സാരി ഞാൻ അറിയില്ല. നീ നമ്മൾ ഷിൻജാനത്തേക്ക് ചെന്നോക്കണം. കാരണം ഷിൻജാനോടെ വീട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. അവനെന്താ
എന്താ ഇറങ്ങി ഓടിക്കാണ്. പിന്നെ മനപ്പുറം വലിച്ചതൊന്നുമില്ല, അവനെന്തോ സ്ലിപ്പായപ്പോൾ വലിച്ചപ്പോൾ സാഹചര്യം. ചെറുക്കൻ്റെ കളികളെ നമുക്ക് എന്തെങ്കിലും പോയേക്കാം. വീട്ടിൽ വിളിച്ചിരിക്കണ്ട, അവനെയും കുട്ടി വേഗം പോരാ ഗൈസ്, അതേ നടക്കുള്ളൂ. അവനിപ്പോൾ പോലീസ് ഇപ്പോൾ തപ്പി അടക്കുകയാണ്. സിറ്റിയിലൊക്കെ നിറച്ച് പോലീസാണ്. ഇവനേതാ പോരാടുന്നു? അല്ലോ ഞാൻ ഇപ്പോൾ പോയി. നമുക്കെന്തായാലും സിറ്റിക്ക് എന്തുകൊണ്ടല്ലേ, ഞാൻ കുറേ കാലം ബാംഗ്ലൂരിലായിരുന്നു, അതുകൊണ്ട് നമുക്ക് സിറ്റികളുടെ റോഡൊക്കെ മറന്നിരിക്കുന്നു. നമ്മളെന്തായാലും ഷിൻചാൻ്റെ വീട്ടിലോട്ടത് പോയിട്ടേ വരാം. ഷിൻചാൻ വീട്ടിലോട്ട് ഇതൊക്കെ ഉണ്ട്, ഞാൻ മറന്നു കേട്ടോ. കുറേ കാലം വേറെ സ്ഥലത്ത്. അതാ ഷിൻചാൻ്റെ വീട്, സിറ്റിയിൽ തന്നെ എൻ്റെ വീട്. എന്നിട്ട് പോലീസിനെ കുടിക്കാറ്റില്ല പറഞ്ഞാലേ, പോലീസ് ഏതാ മുന്നേ. എന്തേലും കയറാം. ബൈക്കൊക്കെ ഇവിടെ നിർത്തിയിടാം, തിരിച്ചിടട്ടെ. പെട്ടെന്ന് പോലീസുകാരനെ ഓടിച്ചു പോകാനുള്ളതാണ്. ഇപ്പോൾ പോലീസ് വണ്ടിയിലിട്ട് ഇങ്ങോട്ട് വരുമോ? ഷിൻചാൻ നടക്കും. ഇവിടെ ഷിൻചാനെ പ്രശ്നം എന്താ പറ ഷിൻചാനെ? കണ്ടോ അറിയില്ല. അവൻ പോയി. എടാ അവിടെ പോയടാ, ഷിൻചാൻ പോയി. വിളിക്കണ്ടാരോ? പറ ഷിൻചാനെ. ഫ്രാങ്ക്ലിൻ ഭായ് എന്നെ പോലീസ് പിടിച്ചു. ഫ്രാങ്ക്ലിൻ ഭായ് പൊട്ടായിന് കഷ്ടപ്പെട്ട ഇവിടേക്ക് വിളിച്ചെത്തിയിട്ട് പോലീസ് പിടിച്ചോളൂ. എന്തൊക്കെ ചെറുക്കൻ പറയണു. ഹലോ, ഫ്രാങ്ക്ലിൻ ഭായ് ഇന്നും ഒരു 50,000 ഉറുപ്പിക എടുത്താൽ ജാമ്യം കിട്ടും. ഫ്രാങ്ക്ലിൻ ഭായ് ഫ്രാങ്ക്ലിൻ ഭായ് എന്താ ചെയ്യാറിയില്ല ഗൈസ്. നമ്മളെ ഷിൻചാനെ പോലീസൊക്കെ പിടിച്ച് ഓനെ വീട്ടിൽ വിളിച്ചിട്ട് നല്ല പൊരിഞ്ഞടിയാണ് നമുക്ക് ഇട്ടെടുക്കണത്. എൻ്റെ ആകെ പ്രശ്നമാണ്. എനിക്ക് നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തും നടക്കുള്ളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത പാർട്ടിയിൽ നമുക്ക് ഷിൻചാനെ രക്ഷിക്കാം. ഈ പാർട്ടിയിൽ എന്നെ കൊണ്ട് കഴിയൂല, ആകെ കുഴങ്ങിയിട്ടുണ്ട്. നമുക്കെന്തായാലും അടുത്ത പാർട്ടിയിൽ ഷിൻചാനെ രക്ഷിക്കാൻ, പാർട്ട് 2 ഷിൻചാനെ രക്ഷിച്ചിരിക്കും ഗൈസ്. എന്തായാലും നമുക്കത് വീട്ടിൽ പോയി കിടക്കണം, നല്ല ക്ഷീണമുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് പാർട്ട് 1. പാർട്ട് 2 നമ്മൾ ഷിൻചാനെ രക്ഷിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവരും പാർട്ട് 1 വേണ്ടി എല്ലാ സപ്പോർട്ടും ഇതൊക്കെ തരിക. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ കയറി ഒന്ന് റെസ്റ്റ് എടുക്കുക, സ്വിമ്മിംഗ് പൂളൊക്കെ ചാടാം. ഇപ്പോൾ വീഡിയോ ഇവിടെ ചെൻഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.